ഓക്കെ, ഇതാണ് കോളം എന്ന് വെച്ചാൽ. കോളം എന്ന് വെച്ചാൽ ആക്സിൽ കംപ്രസീവ് ഫോഴ്സ് കാരണം എടുക്കുന്ന നമ്പേഴ്സിന് കോളം എന്ന് പറയും. അപ്പൊ ഡിസൈനും ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ എന്താണ്, ഈ ആക്സിൽ കംപ്രസീവ് ലോഡ് കാരണം കുറെ ഇഫക്റ്റ് ഉണ്ടാകും. ഈ ഇഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോളം എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇവിടെ നോക്കും, ഞാനിപ്പം ഇവിടെ ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാല്, ഒരു മിനിറ്റ്, ഇതൊരു സിമ്പിൾ കോളമാണ്. ഓക്കെ, ഈ കാണുന്ന സിമ്പിൾ കോളത്തിന്റെ അകത്ത് ഈ കോളത്തിൽ 2 എൻഡ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, നമുക്കറിയാം ഈ കാണുന്ന ഫസ്റ്റ് ഈ കാണുന്ന നമ്മള് എ എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്ത് ഈ കോളം ഫിക്സ്ഡ് ആണ്. അതുപോലെ ബി പോയിന്റ് എന്താണ്, ബി എന്ന് പറയുന്ന റിയാക്ഷൻ എന്താണ്, ഇറ്റ് വിൽ അലൗഡ് വെർട്ടിക്കൽ റിയാക്ഷൻ അല്ലേ. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അലൗഡ് ചെയ്യും. കാരണം നോക്കി, ഈ കാണുന്ന ലോഡ് എഫ് ഞാൻ ഈ കാണുന്ന പോയിന്റ് ബിയിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന ലോഡ് എഫ് കാരണം ഈ പോയിന്റ് ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് സംഭവിക്കും, ഈ താഴത്തേക്കുള്ള മൂവ്മെന്റ് ഈ സപ്പോർട്ട് എന്ത് ചെയ്യും, അലോ ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ ഈ കാണുന്ന ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അവിടെ ഇല്ല, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഇല്ല. ഓക്കെ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഇല്ല, ആകെ എന്ത് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ മൂവ്മെന്റ് മാത്രമേ ഈ കോളം സ്ട്രക്ചറിന് ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ ഈ കാണുന്ന കോളത്തിന് 2 എൻഡ് പിന്നാണ്. ഇവിടെ കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന ഒരു യെല്ലോ കളറുള്ള ചെറിയ ഡോട്ട് കണ്ടോ, ചെറിയൊരു സർക്കിൾ, അതായത് അത് പിന്ന് വെച്ചാൽ അറിയാം. പിന്ന് വെച്ചാൽ സംഭവം, പിന്ന് വെച്ചാൽ അത് ഈ കാണുന്ന 2 എൻഡ് എബൌട്ട് എ ആൻഡ് ബി ഈ കോളത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പിഞ്ച് ജോയിൻ എന്ന് പറയും. പിൻ ജോയിൻ എന്ന് വെച്ചാൽ മീനിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഇവിടെ പോയിന്റ് ബിയിൽ പിന്നുണ്ട് അല്ലെ, ഈ കാണുന്ന സ്മോൾ യെല്ലോ ഡോട്ട് എന്ന് വെച്ചാൽ പിന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി ഈ കോളം സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ഈ കോളം സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ കോളം സ്ട്രക്ചറിന്റെ അകത്ത് ഒരു ഫോഴ്സ് പി ആക്ട് ചെയ്യാണ്. ഈ ഫോഴ്സ് പി നോക്കി, ഞാൻ ഈ കാണുന്ന ഫോഴ്സ് പി പതുക്കെ ഞാൻ ഈ ഫോഴ്സ് പി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാൻ. അങ്ങനെ പതുക്കെ ഞാൻ ഈ ഫോഴ്സ് പി ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന കോളം സ്ട്രക്ചർ സംഭവിക്കും, നമുക്ക് ഈ താഴേക്ക് അതിന്റെ ഈ കാണുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യും, ചെറിയൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ആയിരുന്ന കോളം എന്ത് ചെയ്തു, ഞാൻ ഈ ഫോഴ്സ് കൂടിയപ്പോൾ സംഭവിച്ചു, ഈ കോളം സ്ട്രക്ചറിന് സംഭവിച്ചു ഈ കാണുന്ന ഈ ഡയറക്ഷനിലേക്ക് എന്ത് സംഭവിച്ചു, ചെറിയൊരു ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഡിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ഈ കോളം എന്ന് വെച്ചാൽ ഒരു സ്ലെൻഡർ കോളം ആയിരിക്കണം. സ്ലെൻഡർ കോളമാണ് മെയിൻ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ബിഹേവിയർ കാണിക്കുന്നത്. സ്ലെൻഡർ കോളം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോളത്തിന്റെ ലെങ്ത് കൂടുതലും തിക്നെസ് കുറവായിരിക്കും. ലെങ്ത് കൂടുതലും തിക്നെസ്സും കുറവാണെങ്കിൽ നമ്മൾ അതിനെ സ്ലെൻഡർ കോളം എന്ന് പറയും. അതായത് ലെങ്ത് ഡിവൈഡ് ബൈ തിക്നെസ് റേഷ്യോ ഈസ് വെരി വെരി ലെസ് ദാൻ 1. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന കോളത്തിന് നമ്മൾ എന്ത് പറയും, സ്ലെൻഡർ കോളം എന്ന് പറയും. അത് വളരെ തിന്നായിട്ടുള്ള കോളമാണ്. ഈ സ്ലെൻഡർ കോളത്തിന് ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ ഇതാണ്. ഞാൻ ഈ സ്ലെൻഡർ കോളത്തിന്റെ അകത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ സംഭവിക്കും, ആ ഫോഴ്സ് കാരണം ഈ കോളം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ചെറിയൊരു ഡിഫ്ലക്ഷൻ ആ കോളത്തിന് എന്ത് ചെയ്യും, ഉണ്ടാകും. ഈ ടൈപ്പ് ഓഫ് ഫിനോമിനെ നമ്മൾ എന്താ പറയും, ബക്ലിംഗ് എന്ന് പറയും. അതാണ് ബക്ലിംഗ്. ഓക്കെ, ഈ ഫിനോമിന നമ്മൾ ബക്ലിംഗ് എന്ന് പറയും. ബക്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ബക്ലിംഗ്. കാരണം നിങ്ങളിപ്പോ ഈ ചാക്ക ബൈപ്പാസിന്റെ അടിയിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ചാക്ക ബൈപ്പാസിന്റെ അടിയിൽ ഒരു ഷീറ്റ് മെറ്റൽ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആ കാണുന്ന ഈ ബൈപ്പാസിന്റെ അകത്ത് അവർ ഈ ചാക്കയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിന്റെ അകത്ത് നിങ്ങൾക്ക് നമ്മൾ ഈ ഫ്ലൈ ഓവറിനകത്ത് ഒരു കോളം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോളം കാണും. ഇതേപോലെ കോളം സ്ട്രക്ചർ ആണ്. എന്നിട്ട് ഇതിന്റെ ഈ കാണുന്ന കോൺക്രീറ്റ് പോർഷന്റെ താഴെ ചെറിയ ഷീറ്റ് മെറ്റൽ എന്ത് ചെയ്യും, അവർ വെച്ചിരിക്കും. ഈ ഷീറ്റ് മെറ്റൽ എന്ന് വെച്ചാല് എന്തെന്ന് പറയാമോ, ഈ ഷീറ്റ് മെറ്റൽ വെക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയാമോ, അതായത് ഈ കാണുന്ന ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ആക്സിയൽ ആയിട്ട് ഒരു പോയിന്റിലേക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും ഈ കോളത്തിനകത്ത് ഈ ബക്ലിംഗ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഒരു പോയിന്റിന് പകരമാണ് എന്ത് ചെയ്യണം, ഈ കാണുന്ന എൻറ്റയർ ക്രോസ് സെക്ഷനകത്ത് ഈ കാണുന്ന ക്രോസ് സെക്ഷൻ, ഇപ്പൊ ഇത് ഞാനിപ്പോ കോളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ, സപ്പോസ് ഇതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാന്ന് വെച്ചാൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഈ കാണുന്ന എൻറ്റയർ ക്രോസ് സെക്ഷനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യണം, ഈ എൻറ്റയർ ക്രോസ് സെക്ഷനകത്ത് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഷീറ്റ് മെറ്റൽ നമ്മൾ എന്ത് വെച്ച് കൊടുക്കും. അങ്ങനെ അപ്പോൾ സംഭവിക്കും ഈ ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. അങ്ങനെ ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയുന്ന സംഭവിക്കും, ഈ കാരണം ബക്ലിംഗ് അവിടെ എന്ത് ചെയ്യും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം കോളത്തിന് വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ സാധാരണ ഞാനൊരു മെമ്പർ എടുക്കുകയാണെങ്കിൽ, സാധാരണ ഒരു മെമ്പർ എടുക്കുമ്പോൾ സംഭവിക്കും ആ മെമ്പർ ഫെയിൽ ആവുന്ന റീസൺ എന്താ, നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചപ്പോഴേക്കും ആ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ അകത്ത് നമ്മൾ ആദ്യം ഈൽഡ് പോയിന്റ് പഠിച്ചു, പിന്നെ അൾട്ടിമേറ്റ് പോയിന്റ് പഠിച്ചു അല്ലേ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഫെയിലർ പോയിന്റ് പഠിച്ചു. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ആ കാണുന്ന ഈൽഡ് ഏതെങ്കിലും ഒരു കമ്പനി സ്ട്രെസ് എന്ത് ചെയ്യും ഈൽഡ് പോയിന്റിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ആ കാണുന്ന സ്ട്രക്ചർ എന്ത് ചെയ്ത് ഫെയിൽ ആയി എന്ന് പറയും അല്ലെ. അപ്പൊ ഫെയിലർ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെസ് എന്താണ് ഈൽഡ് സ്ട്രെസ്സിനേക്കാളും എന്ത് ചെയ്യും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, ആ കാണുന്ന കോളം എന്തായി മാറി, സ്ട്രക്ചർ എന്തായി മാറി, ഫെയിൽ ആയി മാറി എന്ന് പറയും. അപ്പൊ ഫെയിലർ ഉണ്ടാവണമെങ്കിൽ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും സ്ട്രെസ് കൂടുതലായിരിക്കണം. പക്ഷെ ഇവിടെയാണ് കോളത്തിന്റെ പ്രത്യേകത. അപ്പൊ കോളം സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഈ കാണുന്ന കോളം സ്ട്രക്ചർ എന്ത് ചെയ്യും, ഈ കാണുന്ന കോളം സ്ട്രക്ചർ ഈൽഡ് പോയിന്റ് എത്തണ്ട, അതായത് എന്ത് ചെയ്യും, ഈ കാണുന്ന ഈൽഡ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ എന്ത് ചെയ്യും, ഈ സ്ട്രക്ചർ എന്തായി മാറും, ഈ കാണുന്ന ഈ ബക്ലിംഗ് കാരണം കൊളാപ്സ് ആയി പോകും. അതായത് ഞാൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് ആ സ്ട്രക്ചറിന്റെ ഈൽഡ് പോയിന്റ്, ആ ഈൽഡ് സ്ട്രെസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ ഈൽഡ് സ്ട്രെസ് എനിക്ക് സപ്പോസ് എക്സാമ്പിൾ ഈൽഡ് സ്ട്രെസ് എനിക്ക് ഒരു 300 മെഗാ പാസ്കൽ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്, 300 മെഗാ പാസ്കലിനേക്കാളും സ്ട്രെസ് എന്ത് ചെയ്യും കൂടുതലായി കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഫെയിൽ ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോളം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, അതിന്റെ സ്ട്രെസ് ഒരിക്കലും എന്ത് ചെയ്യില്ല 300-നേക്കാളും കൂടില്ല. കാരണം 300-നേക്കാളും കൂടിക്കഴിഞ്ഞാൽ കോളം എന്ത് ഫെയിൽ ആയി. പക്ഷെ നോക്ക്, ഞാൻ ആ കോളത്തിലേക്ക് ഫോഴ്സ് കൊടുത്തു. പക്ഷേ ഈ സ്ട്രെസ് ഒരു 200 മെഗാ പാസ്കൽ ആകുമ്പോഴേക്കും സംഭവിക്കും ഈ കോളം ഫെയിൽ ആയി പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും, കാരണം നമ്മൾ ഈൽഡ് സ്ട്രെസ് 300 മെഗാ പാസ്കലാണ്. അപ്പൊ 300 മെഗാ പാസ്കലിനേക്കാളും സ്ട്രെസ് കൂടി കഴിയുമ്പോൾ ആ മെറ്റീരിയൽ, ആ കാണുന്ന സ്ട്രക്ചർ എന്തായി മാറുള്ളൂ, കൊളാപ്സ് ആവുള്ളൂ. പക്ഷെ 200 മെഗാ പാസ്കലിൽ ആ സ്ട്രക്ചർ എന്തായി മാറി, കൊളാപ്സ് ആയി മാറി അല്ലേ. അപ്പൊ നമ്മൾ ഇതൊരു സർപ്രൈസിങ് ഫിനോമിനയാണ്. അപ്പൊ നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് 200 കൊളാപ്സ് ആയത്. കാരണം ഈൽഡ് പോയിന്റ് 300-ആണ്. അപ്പൊ 300-നേക്കാളും മേലെ സ്ട്രെസ് പോയാൽ മാത്രമേ ആ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊളാപ്സ് ആകാൻ പാടുള്ളൂ. പക്ഷെ 200-ലെ കൊളാപ്സ് ആവാൻ കാരണം എന്താണ്, ഈ കാണുന്ന ബക്ലിംഗ് ഫിനോമിനൻ കാരണമാണ്. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് ബക്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും മുന്നേ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഈ ബക്ലിംഗ് ആണ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോളം ഡിസൈൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈൽഡ് പോയിന്റിനേക്കാളും ഇമ്പോർട്ടന്റ് എന്താണ്, ഈ ബക്ലിംഗ് ഫിനോമിന. നിങ്ങൾ ഈൽഡ് സ്ട്രെസ് ഉപയോഗിച്ച് നിങ്ങൾ ഈ കാണുന്ന കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആണ് ആ കോളം എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ആ കോളം ആ ഗിവൺ ലെവലിൽ എന്ത് ചെയ്യും, കൊളാപ്സ് ആയി പോയിരിക്കും. അപ്പൊ നമ്മൾ ഒരു കോളം സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്, ആ കാണുന്ന കോളം സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം, അവിടെ ബക്ലിംഗ്, ഈ ബക്ലിംഗ് എന്ന് പറഞ്ഞ ഫിനോമിന നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൺസിഡർ ചെയ്യണം. ഈ ബക്ലിംഗ് എന്ന് വെച്ചാൽ സിമ്പിൾ ഇത്ര എന്ത് ചെയ്യും, ഈ കാണുന്ന നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നു, ആ ലോഡ് കാരണം ഈ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ആ ഡിഫ്ലക്ഷൻ കാരണം എന്ത് ചെയ്യും, ഈ കാണുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യും, ഫൈനലി കൊളാപ്സ് ആവും. ഇതുപോലെ പതുക്കെ ഫൈനലി സ്ട്രക്ചർ എന്ത് ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് മങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊളാപ്സ് ആയി പോകുന്ന ഫിനോമിന നമ്മൾ ബക്ലിംഗ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ബക്ലിംഗ് എപ്പോഴും ബക്ലിംഗ് എപ്പോ ഉണ്ടാവും, നമ്മുടെ ഈൽഡ് സ്ട്രെസ് എത്രയാണോ ആ ഈൽഡ് സ്ട്രെസ്സിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ആ കോളം ബക്ലിങ്ങിന് വിധേയമാകും. അപ്പൊ കോളം സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് കൺസിഡർ ചെയ്യണം, യു ഷുഡ് കൺസിഡർ ദി ഫിനോമിന ഓഫ് ബക്ലിംഗ്. ബക്ലിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഓക്കെ, ഇനി ബക്ലിംഗ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കണ്ട പോലെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട പോലെ അല്ല ബക്ലിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണ ഒരു കോളം ഡിസൈൻ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഉറപ്പായിട്ടും ആ കോളത്തിൽ എന്ത് വേണം, നമുക്ക് ഈൽഡ് പോയിന്റ് മതി. ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രക്ചർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ബക്ലിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ബക്കിൾ സ്ട്രെസ് എന്ന സംഭവം ഇല്ല ആക്ച്വലി. അതായത് ആ ബക്ലിംഗ് എന്ന ഫിനോമിനന്റെയും ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി. ആ കോളത്തിന്റെ ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ടൈപ്പ് ഓഫ് ബൗണ്ടറി കണ്ടീഷൻ. അതായത് ഓക്കെ, ഞാനിപ്പോ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, ഈ രണ്ട് എൻഡ് പിൻ ജോയിൻ ആണ്. ഓക്കെ, ഞാൻ ഇതേ സെയിം ലെങ്ത് ഉള്ള കോളം, സെയിം തിക്നെസ്, സെയിം ജോമെട്രി കോളം എടുക്കുകയാണ്. ഈ ബൗണ്ടറി കണ്ടീഷൻ മാറ്റാണ്. നോക്ക്, ഈ കാണുന്ന ഇവിടെ പിൻ മാറ്റി ഞാൻ ഫിക്സ്ഡ് കൊടുക്കുകയാണ്. ഈ പിൻ ജോയിന്റ് മാറ്റി ഞാൻ ഫിക്സ്ഡ് ജോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന ബക്ലിംഗ് ഉണ്ടാകുന്ന സ്ട്രെസ് എന്ത് ചെയ്യും, മാറും. അതായത് എന്ത് ചെയ്യും, ഈ കാണുന്ന ബൗണ്ടറി കണ്ടീഷൻ്റെ അകത്ത് എത്രയാണ് ബക്ലിംഗ് സ്ട്രെസ് ഉണ്ടാകുന്നത് അതായിരിക്കില്ല ഞാൻ ഒരു ബൗണ്ടറി കണ്ടീഷൻ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ബക്ലിംഗ് സ്ട്രെസ്. അപ്പൊ ബൗണ്ടറി കണ്ടീഷൻ മാറുമ്പോൾ എന്ത് മാറിക്കൊണ്ടിരിക്കും, ഈ ബക്ലിംഗ് സ്ട്രെസ് എന്തെയും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ബക്ലിംഗ്, ഡിസൈൻ അഗെയിൻസ്റ്റ് ബക്ലിംഗ് ഒരു കോംപ്ലിക്കേറ്റഡ് ഫിനോമിനയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ മോഡ്യൂളിൽ പഠിക്കുന്നതാണ്
ജസ്റ്റ് അതിന്റെ ബേസിക് കാര്യം മാത്രം. അതായത് ബേസിക് ആയിട്ട് എന്ത് ചെയ്യും, ഒരു കോളം സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എഗെയിൻസ്റ്റ് ബക്ലിംഗ്. ആ കാര്യമാണ് നമ്മൾ ഈ കാണുന്ന 4th മോഡിൽ നമ്മൾ മൊത്തം പഠിക്കുന്നത്. നമ്മൾ എൻ്റയർ ആ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതിന്റെ ബേസിക് മാത്രം. ബേസിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോളം എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം എഗെയിൻസ്റ്റ് ബക്ലിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വെച്ചാൽ ബക്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് ബക്ലിങ്ങും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ബന്ധം നോക്ക്. അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ബക്ലിംഗ് എന്ന് പറയുമ്പോഴേക്കും അത് ഒരിക്കലും എന്തല്ല, ഒരു ഫെയർ പ്രോബ്ലം അല്ല. നമ്മൾ ഈ കാണുന്ന ഈൽഡ് പോയിന്റ് അൾട്ടിമേറ്റ് പോയിന്റ് പോലെ ഒരു ബക്ലിംഗ് പോയിന്റ് ഒന്നും സംഭവമില്ല. അപ്പൊ ബക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റെബിലിറ്റി പ്രോബ്ലമാണ്. എന്താണ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ, സ്റ്റെബിലിറ്റി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈൽഡ് പോയിന്റ് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണ്. ഒരു മെറ്റീരിയലിന്റെ ഈൽഡ് പോയിന്റ് നമുക്കറിയാം. ഇപ്പൊ കാസ്റ്റ് അയൺ ആണെങ്കിൽ ഈൽഡ് പോയിന്റ് വെൽ ഡിഫൈൻഡ് ആണ്, അത് വാല്യൂ വെൽ ഡിഫൈൻഡ് വാല്യൂ ആണ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി, ഇത് മാറത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോ സ്റ്റീൽ എടുക്കാൻ, സ്റ്റീലിന്റെ ഈൽഡ് പോയിന്റ് നമുക്കറിയാം, അത് വെൽ ഡിഫൈൻഡ് വാല്യൂ ആണ്, അല്ലെ 350 മെഗാപാസ്കൽ എന്ന് പറഞ്ഞ് സ്റ്റീലിന്റെ ഈൽഡ് പോയിന്റ് ആണ്. അതൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് വാല്യൂ ആണ്. അതൊക്കെ ആ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്കൊരു മെറ്റീരിയലിന്റെ പേര് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ നിന്ന് ഈൽഡ് പോയിന്റും നമുക്ക് അൾട്ടി പോയിന്റ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽ ഡിഫൈൻഡ് ആണ്, നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ബക്ലിംഗ് അങ്ങനെയല്ല. ബക്ലിംഗിൽ ഞാൻ പറയാം, ബക്ലിംഗ് എന്ന് പറയുന്ന ഒരു കോളത്തിന്റെ ബക്ലിംഗ് സ്ട്രെസ് ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി ഓഫ് ദി കോളം. ആ കോളത്തിന്റെ ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും. ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ബൗണ്ടറി കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഈ കോളം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡിസൈൻ, സാധാരണ പോലെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഫ്രാക്ചർ പ്രോബ്ലം അല്ല, ഇറ്റ്സ് സ്റ്റെബിലിറ്റി പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഈ സ്റ്റെബിലിറ്റി പ്രോബ്ലം ആണ് കോളം എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യമല്ല, ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ കാര്യം പഠിക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഫോർ നിങ്ങളൊന്ന് കൺവീൻസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോളം, ഇതേ സെയിം കോളം. ഓക്കെ, ഞാൻ ഈ സെയിം കോളത്തിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ലോഡ് ആക്ട് ചെയ്യാം. ഓക്കെ, ഈ കോളത്തിനകത്ത് ലോഡ് ആക്ട് ചെയ്തു. അപ്പൊ ഈ ലോഡ് കാരണം സംഭവിക്കും, ഈ കോളം സ്ട്രക്ചർ എന്ത് ചെയ്യും, ഈ കാണുന്ന ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, കോളം സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഒരു ഇലാസ്റ്റിക് ബോഡിയാണ് ഇതിപ്പോ ഈ കാണുന്ന കോളം സ്ട്രക്ചർ ഒരു ഇലാസ്റ്റിക് ബോഡിയാണ്. ഇലാസ്റ്റിക് ബോഡിയാകുമ്പോൾ സംഭവിക്കും, ഈ കോളം സ്ട്രക്ചർ ഇതുപോലെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഈ കോളം സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ഈ കർവ് ഡിഫ്ലക്ഷൻ. അപ്പൊ ഞാൻ ഈ കോളം സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി പഠിക്കാൻ വേണ്ടി ചെയ്തെന്ന് വെച്ചാൽ, ഈ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 2 റിജിഡ് റോഡ് എടുത്തു. റിജിഡ് റോഡാണ്, ഇലാസ്റ്റിക് റോഡ് അല്ല. നമ്മൾ ലിങ്ക് പഠിച്ചു, നിങ്ങൾ ഫോർബാർ മെക്കാനിക്സ് പഠിച്ച ലിങ്ക് ഇല്ലേ, അത് 2 ലിങ്ക് എടുക്കുകയാണ്. ജസ്റ്റ് ലിങ്ക് എന്ത് ബോഡിയല്ല, ഇലാസ്റ്റിക് ബോഡിയല്ല, അറിയാലോ. ഞാനിപ്പോ ഒരു ഫോർബാർ മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചാൽ ഫോർബാർ മെക്കാനിക്സ് ലിങ്ക് എടുക്കാൻ സംഭവിക്കും, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ചിട്ട് ഈ ലിങ്ക് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഈ ലിങ്കിന് മൂവ്മെന്റ് ഉണ്ടാവും. ഒരിക്കലും ഈ ലിങ്കിന് ഈ ഒരു ബെൻഡിങ് അവിടെ എന്ത് ചെയ്യില്ല, ലിങ്കിന് ക്രിയേറ്റ് ചെയ്യില്ല. ഓക്കെ, അത് ലിങ്ക് ഒരിക്കലും ബെൻഡ് ആവില്ല, കാരണം ലിങ്ക് എന്ന് വെച്ചാൽ ഏത് സ്ട്രക്ചറാണ്, ഒരു റിജിഡ് ബോഡിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കോളം സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എന്താണ്, 2 ലിങ്ക് എടുക്കുകയാണ്. ലിങ്ക് എ ബിയും ഒരു ലിങ്ക് എ ബി ആൻഡ് ലിങ്ക് ബി സി. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ലിങ്ക് എ ബി ലിങ്ക് ബി സി എടുത്തു. എന്നിട്ട് ഈ ബക്ലിംഗ് ഫിനോമിന ഉണ്ടാകുന്നത് ഏത് ബോഡിക്കകത്താണ്, ഇലാസ്റ്റിക് ബോഡിക്കകത്തല്ലേ. അപ്പൊ ആ ഇലാസ്റ്റിസിറ്റി, അതായത് ആ ഇലാസ്റ്റിക് ബോഡിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പ്രിങ് കൊടുത്തു. അതാണ് ഈ സ്പ്രിങ്. കാരണം സ്പ്രിങ് എന്ന് വെച്ചാൽ ഏത് ബോഡിയാണ്, ഇലാസ്റ്റിക് ബോഡിയാണ്, അല്ലേ. അപ്പൊ ആ സ്പ്രിങ് കൊടുത്തപ്പോൾ എന്താ, നമ്മുടെ സാധാരണ ഒരു കോളത്തിന്റെ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ബിഹേവിയർ ഇവിടെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഈ കോളം എന്ന് പറയുന്നത് സിമ്പിളി എന്താണ്, ഒരു ഇലാസ്റ്റിക് ബോഡിയാണ്. അപ്പൊ നമ്മൾ ഈ കോളത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 2 റിജിഡ് ബോഡി എടുത്തു, 2 റിജിഡ് ബാർ എടുത്തു. ഓക്കെ, 2 ലിങ്ക് ആണ്, ഒരു ലിങ്ക് എ ബി, ഒരു ലിങ്ക് ബി സി. പിന്നെ ഇലാസ്റ്റിക് കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി, നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്ങും കൂടെ നമ്മൾ അതിനകത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഒരു ആക്സിയൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ആക്സിയൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ സംഭവിക്കും, ഈ ആക്സിയൽ ഫോഴ്സ് കാരണം ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ഇനി ഞാനിപ്പോ ഞാൻ ഈ ആക്സിയൽ ഫോഴ്സ് കൂട്ടുകയാണ്. ആക്സിയൽ ഫോഴ്സ് കൂട്ടുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന ഡിഫ്ലക്ഷൻ അവിടെ കൂടും, അല്ലേ, ശരിയല്ലേ. ആക്സിയൽ ഫോഴ്സ് കൂടുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ അവിടെ എന്ത് ചെയ്യും, കൂടും. ഇതാണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ആക്സിയൽ ഫോഴ്സ് കൂടുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന കോളം സ്ട്രക്ചർ വീണ്ടും ഇങ്ങനെയായി മാറും, അല്ലെ. അങ്ങനെ മാറി ഫൈനലി ഒരു പർട്ടിക്കുലർ ലോഡ്, ഈ കാണുന്ന ലോഡ് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന സ്പ്രിംഗിൽ അവിടെ എന്ത് ചെയ്യും, സ്പ്രിംഗ് മൊത്തം കൊളാപ്സ് ആയി ഫൈനലി എന്ത് സംഭവിക്കും, ഈ കാണുന്ന ബാറ് ഫൈനലി ഇങ്ങനെ വന്നേക്കും. സ്പ്രിംഗ് അവിടെ എന്ത് ചെയ്യും, കൊളാപ്സ് ആയിട്ട് ഈ ബാർ എന്ത് ചെയ്യും,
ഫൈനലി അവിടെ സ്പ്രിങ് വന്ന് കൊളാപ്സ് ആയിട്ട് സംഭവിക്കും, ഈ ബാർ ഇതുപോലെ ആവും. അതായത് ഇത് നമ്മളെ പോയിന്റ് സി, ഓക്കെ, ഇത് പോയിന്റ് എ, ഓക്കെ. ആ സ്പ്രിങ് കൊളാപ്സ് ആയിക്കാൻ സംഭവിക്കും, ഈ ബാർ താഴെ വന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ ബാർ എന്ത് ചെയ്യും, ഏതെങ്കിലും സൈഡിൽ ഇങ്ങോട്ട് വന്നിരിക്കും അല്ലെ, ഈ സ്പ്രിങ് അവിടെ കൊളാപ്സ് ആയി പോകും. അപ്പൊ ഈ സ്പ്രിങ് കൊളാപ്സ് ആകുന്ന ലോഡില്ലേ, ആ ലോഡിന്, ആ ഒരു പർട്ടിക്കുലർ ലോഡിന് നമ്മൾ പേര് പറയും. ആ കാണുന്ന ലോഡിന് വന്ന പേരാണ് നമ്മൾ എന്താ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. എന്താ പറയും? ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് എന്താണ്, അതായത് എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ബക്കിൽ നിങ്ങൾ മറന്നേക്ക്, ഞാൻ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ് രണ്ടൊരു ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, സാധാരണ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യാണ്, രണ്ടൊരു റിജിഡ് ബാർ, രണ്ട് ലിങ്ക് എടുക്കുന്നു. ഈ ലിങ്കിന്റെ രണ്ടിന് കോമൺ പോയിന്റ്, ഈ ലിങ്ക് രണ്ടിന് കോമൺ പോയിന്റ് ഞാൻ എന്ത് ചെയ്യാണ്, സ്പ്രിങ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാണ്. ഞാൻ പതുക്കെ ഈ കാണുന്ന ഈ പോയിന്റ് സിയിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നു. ഈ ലോഡ് കാണുന്ന സംഭവിക്കും, ഇവിടെ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, നമ്മുടെ ലോഡിന്റെ എമൗണ്ട് കൂടുന്നതോളം എന്ത് കൂടും, ഈ കാണുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ കൂടി ഫൈനലി ലോഡ് ഒരു വാല്യൂ എത്തുമ്പോൾ സംഭവിക്കും, ഈ കാണുന്ന സ്പ്രിങ് എന്ത് ചെയ്യും, കൊളാപ്സ് ആയിട്ട് ആ റിജിഡ് ബാർ എന്ത് ചെയ്യും, ഫെയിൽ ആയി പോകും. ഓക്കെ. ഈ കാണുന്ന ലോഡിന് നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. ഇതേ സെയിം കോൺസെപ്റ്റ് ആണ് എവിടെ ഉള്ളത്, ഈ കാണുന്ന ഈ ബക്കിളിംഗ് ഉള്ളത്. അതായത് ഞാൻ ഈ കാണുന്ന കോളത്തിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലോഡ് കൊടുക്കുന്നു. അങ്ങനെ പതുക്കെ ഞാൻ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നു. ആ ലോഡ് ഇൻക്രീസ് ചെയ്യാൻ സംഭവിക്കുക, ആ ലോഡ് എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന ക്രിട്ടിക്കൽ ലോഡ് നമ്മൾ PCR എന്ന് പറയും. ലോഡ് PCR, ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. അപ്പൊ നോക്കിയും, ഈ കാണുന്ന ലോഡ് പിയുടെ വാല്യൂ എന്ത് ചെയ്യും, പിയുടെ വാല്യൂ ക്രിട്ടിക്കൽ ലോഡിനേക്കാളും കൂടി കഴിയുമ്പോൾ ആ ബക്കിളിംഗ് എന്തായി മാറും, ആ കാണുന്ന കോളം എന്തായി മാറും, ഫെയിലായി പോകുന്ന വെച്ചാൽ എന്താണ്, ആ കാണുന്ന ഡിഫ്ലക്ഷൻ കൂടും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോളം ഇങ്ങനായി മാറും അല്ലെ, ഇങ്ങനെ ഇരിക്കുന്ന കോളം ഇങ്ങനായി മാറിക്കാനും നമുക്ക് പിന്നെ ഉപയോഗമുണ്ടോ? ആ കാണുന്ന കോളത്തിന്റെ ലോഡ് ആക്കിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ കാണുന്ന എന്റെ ലോഡ് കോളം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ കോളത്തിന്റെ ഡിഫ്ലക്ഷൻ നല്ല കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബെന്നി കാണാൻ പറ്റും, ആ കോളം എന്ത് ചെയ്യും, ബ്രേക്ക് ആയി പോകും. കാരണം നമ്മൾ സാധാരണ ഒരു കോളം ഡിസൈൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ബെൻഡിങ് എടുക്കാറില്ല. കാരണം കോളത്തിൽ ബെൻഡിങ് ഉണ്ടാവാറില്ല. പക്ഷെ ഈ ബക്ലിംഗ് കാണാൻ സംഭവിക്കും, ഈ കാണാൻ കോളം എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരു ഈ കാണുന്ന കോളം എന്ത് ചെയ്യും, ഇങ്ങനെ മാറി ഇങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ബെൻഡിങ് കാണുന്ന കോളം എന്ത് ചെയ്യും, ഫെയിൽ ആയി പോകും. അപ്പോൾ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ക്രിട്ടിക്കൽ ലോഡാണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ക്രിട്ടിക്കൽ ലോഡ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ ലോഡിനേക്കാളും കൂടി കഴിഞ്ഞാൽ ആ കോളം ഉറപ്പായിട്ട് എന്തായി മാറും, ഫെയിലായി മാറും. ഓക്കെ. അപ്പൊ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ക്രിട്ടിക്കൽ ലോഡാണ്. ക്രിട്ടിക്കൽ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ എയിം എന്താണ്, ഈ ക്രിട്ടിക്കൽ ലോഡിനേക്കാളും കൂടുതൽ ലോഡ് എന്ത് ചെയ്യാൻ പാടില്ല, ഈ കോളത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളം എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഫെയിലായി പോകും. ഓക്കെ. അപ്പോ അതോടെ കാണിച്ചു തരാം ക്രിട്ടിക്കൽ ലോഡിന്റെ സ്റ്റെബിലിറ്റി. ഞാൻ ഈ കാണുന്ന PDF നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. അപ്പൊ ഇതിൽ ഈ കാണുന്ന ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട, ക്രിട്ടിക്കൽ ലോഡിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട, കാരണം അത് നിങ്ങൾക്ക് ഇല്ല. ഞാനാണെങ്കിൽ ജസ്റ്റ് സേക്ക് കൺവീനിയൻസിനെ പറഞ്ഞു തരാം. പക്ഷെ നമ്മൾ ഇതല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു ഐഡിയൽ കേസിലാണ്, റിജിഡ് ബാറിലെ ക്രിട്ടിക്കൽ ലോഡാണ്. നമുക്ക് വേണ്ട ഇലാസ്റ്റിക് ബോഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തരാത്തത്. നമുക്ക് ഓൾറെഡി നമുക്ക് 4 ഡെറിവേഷൻ ഉണ്ട്, അത് മതി, ഇതിന്റെ ആവശ്യം വെക്കില്ല. ഓക്കെ. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ കാണുന്ന സംഭവമാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ്? ഇഫ് P ലെസ് ദാൻ PCR ദ സ്ട്രക്ചർ ഈസ് സ്റ്റേബിൾ. അതായത് നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ ലോഡിനേക്കാളും കുറവാണെങ്കിൽ ആ സ്ട്രക്ചർ സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്തായിരിക്കും, ക്രിട്ടിക്കൽ ലോഡിനേക്കാളും കൂടുതലാണെങ്കിൽ സ്ട്രക്ചർ എന്തായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് എ കോളം, ഒരു കോളത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ക്രിട്ടിക്കൽ ലോഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഈ ക്രിട്ടിക്കൽ ലോഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ക്രിട്ടിക്കൽ ലോഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണോ? അതായത് നമ്മളിപ്പോ കാസ്റ്റ്യൻ അലുമിനിയം എടുക്കുകയാണ്, അപ്പൊ കാസ്റ്റ്യൻ ഒരു ക്രിട്ടിക്കൽ ലോഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അങ്ങനെ പറ്റത്തില്ല. കാരണം ക്രിട്ടിക്കൽ ലോഡ് PCR ഒരിക്കലും എന്ത് പ്രോപ്പർട്ടി അല്ല, മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ല. ഓക്കെ. ഇറ്റ് ഇസ് എ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി. അത് ജോമെട്രി പ്രോപ്പർട്ടിയാണ്. That will depends on geometry and boundary condition. ജോമെട്രി മാറുന്തോറും എന്ത് മാറിക്കൊണ്ടിരിക്കും, ക്രിട്ടിക്കൽ ലോഡ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ബൗണ്ടറി കണ്ടീഷൻ മാറുന്തോറും എന്ത് മാറിക്കൊണ്ടിരിക്കും, ക്രിട്ടിക്കൽ ലോഡ് എന്ത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ട്?
അപ്പൊ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്ന സാധനം ആ ഡിപ്പെൻഡ് ചെയ്യും, ജോമെട്രിയും ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇത് ഒരിക്കലും മെറ്റീരിയൽ എന്ത് ചെയ്യൂല, ഡിപ്പെൻഡ് ചെയ്യൂല. ക്ലിയർ? മെറ്റീരിയലിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയലിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, പക്ഷെ പൂർണ്ണമായിട്ട് അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്നല്ല, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ പൂർണ്ണമായി മെറ്റീരിയലല്ല. മെറ്റീരിയലിനെ കൂടെ എന്ത് ചെയ്യും, ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞാൻ രണ്ട് കോളം വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കോളം. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു കോളം. അതിന്റെ കോളത്തിന്റെ ഒരെൻഡ് ഞാൻ ഫിക്സ് ആക്കാം. ഓക്കെ, ഒരെൻഡ് ഫിക്സ്ഡ്. ഓക്കെ, ഒരെൻഡ് ഫിക്സ്ഡ്. അതുപോലെ നമുക്ക് 40 മിനിറ്റ്സ് ടൈം ഒരു ലെക്ചറിന്, കാരണം ഇവിടെ എല്ലാവരും ഈ സൂം ആപ്പ് ഉപയോഗിച്ചാണ്. ഇപ്പം കൊറോണ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇന്ത്യ മൊത്തം സൂം ആപ്പ് ഉപയോഗിച്ചാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 40 മിനിറ്റ്സ് ടൈം നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു കോളം. ഈ കോളം ഇത് കാസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, മെറ്റീരിയൽ കാസ്റ്റ് ചെയ്യാനാണ്. അതുപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ കോളം ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് ഫ്രീ ആക്കി വെച്ചിരിക്കുക. ഇതേപോലെ ഞാൻ വേറൊരു കോളം എടുക്കാം. ഇതേപോലെ വേറൊരു കോളം, അതും കാസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. ആ കോളം കാസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. അതിന്റെ ഒരെൻഡും ഈ എൻഡും ഫിക്സ്ഡ്, ഞാൻ ഈ എൻഡും ഫിക്സ്ഡ്, രണ്ടെണ്ണം ഫിക്സ് ആക്കി മാറ്റി. രണ്ടും കാസ്റ്റ് ചെയ്യാനാണ്, രണ്ടും സെയിം മെറ്റീരിയലാണ്. പക്ഷെ രണ്ടും സെയിം മെറ്റീരിയലാണ്, പക്ഷെ എന്ത് മാറി, ബൗണ്ടറി കണ്ടീഷൻ മാറി. ബൗണ്ടറി കണ്ടീഷൻ മാറുമ്പോൾ എന്ത് മാറിക്കൊണ്ടിരിക്കും, ഇതിന്റെ ക്രിട്ടിക്കൽ ലോഡ് ആയിരിക്കൂല ഈ കാണുന്ന ഇതിന്റെ ക്രിട്ടിക്കൽ ലോഡ്. കാരണം എന്താണ്, രണ്ടും സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പോലും എന്ത് മാറിയുടെ ബൗണ്ടറി കണ്ടീഷൻ മാറി. അപ്പം സംഭവിക്കും, ബൗണ്ടറി കണ്ടീഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാല് എന്ത് മാറും, ക്രിട്ടിക്കൽ ലോഡ് എന്ത് ചേഞ്ച് ആവും. അപ്പൊ ഇതിന്റെ ക്രിട്ടിക്കൽ ലോഡ് ഒരു വാല്യൂ ആയിരിക്കും, അതുപോലെ ഇതിന്റെ ക്രിട്ടിക്കൽ ലോഡ് എന്തായിരിക്കും, വേറൊരു വാല്യൂ ആയിരിക്കും. രണ്ടും ഡിഫറെന്റ് വാല്യൂ ആണ്. ഓക്കെ, രണ്ടും സെയിം വാല്യൂ ആയിരിക്കൂല. അപ്പൊ ക്രിട്ടിക്കൽ ലോഡ് എന്ന സാധനം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യൂല, മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ബൗണ്ടറി കണ്ടീഷൻ ആസ് വെൽ ആസ് ജോമെട്രി. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, താഴെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, സോറി, ആണോ, വി സീ നമുക്ക് അതായത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ബൈ സ്റ്റിഫ്നെസ് ആൻഡ് ഡിക്രീസ് ബൈ ലെങ്ത്. അതായത് നമ്മൾ ലെങ്ത് കൂടുന്തോറും ആ കോളം ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാനിപ്പോ ഷോർട്ട് കോളം എടുക്കും. ഒരു കോളം ജസ്റ്റ് ഞാൻ കോളം എടുക്കാൻ, ഷോർട്ട് കോളമാണ് ഒരു കോളം, ഒരു ഷോർട്ട് കോളം, ഒരു ലോങ് കോളം എടുക്കാം. ഇത് ലെങ്ത് കൂടിയ ഒരു കോളം, ലോങ് കോളം, ലെങ്ത് കുറഞ്ഞ ഒരു കോളം, ഷോർട്ട് കോളം. ഈ കാണുന്ന രണ്ട് കോളത്തിന്റെ അകത്തും ഏതിനായിരിക്കാം ബക്ലിംഗ് ഫിനോമിന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്? ഈ കാണുന്ന ലോങ് കോളത്തിലല്ലേ. എന്തുകൊണ്ടാണ്? കാരണം ലെങ്ത് കൂടുന്തോറും എന്ത് ചെയ്യും, നമ്മളിപ്പോ കാരണം ഇവിടെ ഞാൻ ഈ കാണുന്ന രണ്ട് കോളത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ലോഡ് കൊടുക്കാം. ഓക്കെ, രണ്ട് കോളത്തിൽ ഞാൻ ലോഡ് ആക്കി കൊടുക്കാൻ പോവാം. ഈ കോളത്തിലേക്ക് ലോഡ് കൊടുത്തു, അതുപോലെ ഇതിലേക്ക് ഞാൻ ലോഡ് കൊടുത്തു. അപ്പൊ ഈ നമ്മൾ കൊടുത്ത ലോഡ് കാരണം സംഭവിക്കും, ഈ കാണുന്ന കോളത്തിനകത്ത് ബക്ലിംഗ്, കാരണം ലെങ്ത് കൂടുതലാണ്, തിക്നെസ് കുറവാണ്, അത് കാരണം ബക്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഇതിന് കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ബക്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. ഉണ്ടായാലും അത്ര വലിയൊരു ബക്ലിംഗ് അത്ര വലിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവാറില്ല. അപ്പൊ ലെങ്ത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ബക്ലിംഗ് ഏറ്റവും കൂടുതൽ പ്രിഡോമിനന്റ് ഏത് കോളത്തിനാണ്? ലോങ് കോളമാണ്. ഷോർട്ട് കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ബക്ലിംഗ് നമ്മൾ വലുതായിട്ട് എടുക്കാറില്ല. ഓക്കെ, നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന ഏത് കോളത്തിനാണ്? ലോങ് കോളമാണ്. മനസ്സിലാക്കാം, ലോങ് കോളമാണ് ബക്ലിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഡോമിനൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഒരു 10 മിനിറ്റിന് ശേഷം അടുത്ത ക്ലാസ് തുടങ്ങും. ആ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻ മാറുന്നതോറും നമ്മൾ ഈ കാണുന്ന ലോങ് കോളം അല്ലേ, ഈ കാണുന്ന ലോങ് കോളത്തിന്റെ ബൗണ്ടറി കണ്ടീഷൻ 4 ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ഈ 4 ബൗണ്ടറി കണ്ടീഷനും ഈ കാണുന്ന ഓരോ കോളത്തിന്റെയും ക്രിട്ടിക്കലോട് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സംഭവം. ക്രിട്ടിക്കലോട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 4 ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. 4 ബൗണ്ടറി കണ്ടീഷന്റെ ഓരോന്നിനും നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലോട് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. വേഗം.
സംശയമുണ്ടോ? ഏതെങ്കിലും ടോപ്പിക് ക്ലിയർ ആയില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മൈക്രോഫോൺ ഓണാക്കി ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിംഗ് വഴിയും ചോദിക്കാം. വിതിൻ നൗഫൽ ഡൗട്ടൊന്നുമില്ല? ഡൗട്ട് ഒന്നുമില്ല സാർ. പിന്നെ ഈ നമ്മൾ ബക്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റ് മെറ്റൽസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്? അത് സർഫസ് ഏരിയ കൂട്ടാന്നല്ല, നമ്മൾ ഈ ഷീറ്റ് മെറ്റൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഷീറ്റ് മെറ്റൽ ആഡ് ചെയ്യാൻ സംഭവിക്കും ഈ ലോഡ് എന്ത് ചെയ്യും, ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. അങ്ങനെ ഈ ലോഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ സംഭവിക്കും, കാരണം നമ്മൾ ഒരു പോയിന്റിലേക്ക് ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് ഈ ബക്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അപ്പൊ ഞാനൊരു ജസ്റ്റ് ക്രോസ് സെക്ഷൻ വരയ്ക്കണം കേട്ടെ. ഇതൊരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ സംഭവിക്കും, നമുക്ക് ഞാൻ കൊടുക്കുന്ന ലോഡ്, ഞാൻ ഒരു സിംഗിൾ പോയിന്റ് ആണ് ലോഡ് ആക്ട് ചെയ്യാൻ സംഭവിക്കും. ഈ കാണുന്ന സിംഗിൾ പോയിന്റ് ലോഡ് കാരണമായിട്ട്, ഇപ്പൊ ഈ പോയിന്റാണ് ലോഡ് ആക്കുന്നത്, ഈ സിംഗിൾ പോയിന്റ്. അപ്പൊ ഈ സിംഗിൾ പോയിന്റ് ലോഡ് കാരണം സംഭവിക്കും നമ്മൾ ഈ മെറ്റീരിയലിന് കുറെ ഇംപെർഫെക്ഷൻസ്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഒരിക്കലും പെർഫെക്റ്റ് മെറ്റീരിയൽ അല്ല. കാരണം എല്ലാ മെറ്റീരിയലും എന്താണ് സം എമൗണ്ട് ഇംപെർഫെക്ഷൻ കാണും. നിങ്ങളുടെ മെറ്റീരിയൽ സയൻസ് മെറ്റീരിയൽ സയൻസ് പഠിച്ചാണ്, ഉറപ്പായ ഷോർട്ട് കീ ഡിഫക്ട്, സിംഗിൾ ഡിഫക്ട് ഇല്ലേ, ഏത് മെറ്റീരിയൽ ആ മെറ്റീരിയൽ ഉറപ്പാണ് എന്താണ് ഒരു ഇംപെർഫെക്ഷൻ കാണും. ആ ഇംപെർഫെക്ഷൻ കാരണമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലോഡ് എക്സാക്ട്ലി ആക്സൽ ലോഡ് ആണെങ്കിൽ പോലും അവിടെ ചെറിയൊരു സ്മോൾ ബെൻഡിങ് അവിടെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എടുക്കുന്ന കോളം എന്താണ്, അപ്പൊ നമ്മൾ ഈ കാണുന്ന ലോഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന സംഭവിക്കും ഇവിടെ ഈക്വലി എന്ത് ചെയ്യും, ഇതുപോലെ ഈക്വലി ലോഡ് എന്ത് ചെയ്യും, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അങ്ങനെ ഈക്വലി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം നമുക്ക് ബക്ലിംഗ് അവിടെ എന്ത് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം. ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ഇതുപോലൊരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിന് പകരമായിട്ട് കാരണം നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ സിംഗിൾ, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ലോഡ് മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുള്ളൂ, സിംഗിൾ ലോഡ് മാത്രം. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കും ഈ കാണുന്ന ലോഡ് എന്ത് ചെയ്യും, ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബക്ലിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസൈൻ ചെയ്യാൻ നേരത്തെ സാധാരണ ഈ സിമ്പിൾ ഡിസൈൻ അല്ല, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ബെൻഡിങ് മൊമെന്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരയ്ക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. വേറെ ഡൗട്ട്? വേറെ ആരെങ്കിലും? രേവതി ഡൗട്ടില്ല? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് 5:20 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 5:20 നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഇപ്പോ ഈ സൂം ആപ്പ് ആണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. എല്ലാ കോളേജും ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ വേൾഡ് എന്ന് പറയാൻ പറ്റും. എല്ലായിടത്തും ഷട്ട് ഡൗൺ ആണ്. അത് കാരണം അവിടെ സൂം ആപ്ലിക്കേഷനകത്ത് ഒരു ലെക്ചർ 40 മിനിറ്റ് എന്ത് ചെയ്യുള്ളൂ അവർ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പൈസ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഒരു ലെക്ചർ 40-40 മിനിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ലെക്ചർ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷനകത്ത് നമുക്ക് എങ്ങനെ ക്രിട്ടിക്കൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.